ரெண்டு பேரும் எங்க போற? ஓ விளையாட்டா? ஆட்டுக்கோ ஆட்டுக்கோ. ஐயே முள்ளுப்பாண்டி. ഏയ് കീരി സെൽവം. കാത്തു, അവർ കണ്ടന്റെ വീട്ടിലേക്കാ പോകുന്നത്. പുറകെ പോയി മറിഞ്ഞിരുന്നാൽ കണ്ടന്റെ നിലവിളി കാണാം. അത് വേണോ? കണ്ടൻ കണ്ടാലോ അന്നത്തെ പോലെ ഓടേണ്ടി വരും. ശബ്ദമുണ്ടാക്കാതെ അപ്പു. കാത്തു, നമുക്ക് ഇവിടെ ഇരിക്കാം. ആ ശരി ശരി. கண்டசாமி, ஓய் கண்டசாமி, முள்ளுப்பாண்டி கூப்பிடுற. இங்க யாருமே இல்ல. വന്നിട്ടുണ്ട്. ഇവന്മാരെന്നെ കൊന്നിട്ടേ പോകൂ. പോയോ? അയ്യോ അയ്യോ. നിക്കവിടെ. അപ്പൊ ലാടന്മാരെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ. എന്റെ ഊഹം തെറ്റിയില്ല. കാത്തു, അയ്യോ ഓടിക്കോ. നിക്കവിടെ. നിക്കാനാ പറഞ്ഞേ. അയ്യോ രക്ഷപ്പെട്ടു. അമ്മേ നിക്കാൻ. ഓ അയ്യോ അയ്യോ, രണ്ടിനെ ഞാൻ എടുത്തോളാം. கண்டசாமி, கண்டசாமி, நிக்கு சாமி, நிக்கு சாமி. എന്താ എന്താ കാര്യം? அந்த மருந்து 3 ദിവസം പുരട്ടണം. ഇല്ലെങ്കിൽ அப்பப்பா இல்லங்கி பழுக்கும். ഓടിയപ്പോ നല്ല വേദന இருக்கா? എന്നാ പിന്നെ പോരട്ടെ. എല്ലാറ്റിനും ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ കണ്ണൻ. എന്തിനാ തിരിച്ചു കയറുന്നത്? താഴെ ഇറങ്ങു മോനെ. കണ്ടനെടുത്തോളാം. ഇങ്ങ് വാ. വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടിനും. ഈ അപ്പുവിനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്നെ കണ്ടന്റെ മുന്നിലിട്ടിട്ട് അവൻ രക്ഷപ്പെട്ടു. ഇങ്ങ് വരട്ടെ. കാത്തു, കാത്തു നിക്ക്. എന്തിനാ എന്നെ വിളിക്കുന്നേ? ഭാഗ്യം കൊണ്ടാ ഞാൻ കണ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. നീ കാരണമല്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ കാത്തു. ഞാൻ കാണിച്ചു തരാം. കാത്തു വേണ്ട, കാത്തു വേണ്ട, വിടാൻ. കാത്തു വിടാൻ. കാത്തു ഞാൻ കടിക്കും. ആഹാ അത്രയ്ക്കായോ? എങ്കിൽ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അമ്മേ. ഈ കാത്തു. കാത്തു, എന്താ പ്രശ്നം? എന്തിനാ നീ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കാം. ആ അച്ഛാ, എന്നെ കണ്ടന്റെ മുന്നിലിട്ടിട്ട് ഓടിക്കളഞ്ഞു ഈ അപ്പു. അല്ല, അങ്ങനെ അല്ല. കണ്ടാൽ ഞങ്ങളെ ഓടിച്ചപ്പോ എനിക്ക് മരത്തിൽ കയറാൻ പറ്റി, കാത്തുന് പറ്റിയില്ല. അപ്പൊ കണ്ട കാത്തുനെ ഓടിച്ചു. അതിന് കാത്തുനെ ഒത്തിരി ഉപദ്രവിച്ചു. പോട്ടെ അപ്പു, കരയാതെ കരയാതെ. ഇനി ഇങ്ങനെ കാണിക്കോ നീ? അച്ഛാ, നിനക്ക് മരത്തിൽ കയറാൻ പറ്റാത്തത് അപ്പുവിന്റെ കുറ്റമാണോ? അവൻ കുഞ്ഞല്ലേ, അവൻ ഇങ്ങനെ ഉപദ്രവിക്കാമോ? ഇങ്ങനെയാണോ കൂട്ടുകാരോട് പെരുമാറുന്നത്? ഇനി ആരോടെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ പോവാ. അപ്പു, അപ്പു. ആഹാ, കാത്തുവോ? അപ്പൂന് കണ്ടനോടിച്ച് ദേഹം മൊത്തം മുറിവാ. അവനത് വേണം. കാത്തൂനോടൊപ്പമേ കളിക്കാൻ പോകാവൂന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. അനുസരണക്കേടിന്റെ ശിക്ഷയാ ഇത്. എന്നെ രക്ഷിക്കാൻ അമ്മയോട് കള്ളം പറഞ്ഞല്ലേ?
എന്നോട് ക്ഷമിക്കപ്പൂ. നമുക്ക് ലാടന്മാരുടെ മരുന്ന് വാങ്ങിയാലോ അപ്പൂ? അയ്യോ വേണ്ടേ. പോപ്പി, ആ വണ്ടിയുടെ പൊടി പോലും ഇനി കിട്ടൂന്ന് വിചാരിക്കണ്ട. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോയാലോ? വാ, എനിക്കാണേൽ നന്നായി വിശക്കുന്നുണ്ട്. എന്തേലും ഒന്ന് പറ പോപ്പി. ആരാ അത്? നോക്കട്ടെ. പോയോ? എന്തൊരു ഭംഗിയായില്ലേ പോപ്പി? കണ്ടിട്ട് ശരിക്കുള്ള മൺകുടം പോലെ തന്നെയുണ്ട്. അയ്യോ, ഞങ്ങൾ ഒന്നിനും വന്നതല്ല. ഇത്രയും ഭംഗിയുള്ള കുഞ്ഞിക്കുടം കണ്ടപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയതാ. അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം. ആഹാ, അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഉപദ്രവിക്കാൻ വന്നവരായിരിക്കുമെന്ന്. ഇവിടെ അങ്ങനെ ചിലരുണ്ട്. അതാ ഞാൻ. ഏയ്, അത് സാരമില്ല. ഞാൻ പൂപ്പി, ഇത് പിങ്കി. എന്നാൽ ഇനി നമുക്ക് കൂട്ടായാലോ? ആയിക്കോട്ടെ. ഞാൻ വേട്ടാളൻ. എനിക്ക് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടിയാ ഈ കൂടുണ്ടാക്കുന്നത്. ഇനി എനിക്ക് ഇര തേടാൻ പോണം. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോഴേ നല്ല വിശപ്പാ. അവർക്ക് പ്യൂപ്പയാകുന്നത് വരെ കഴിക്കാനുള്ളതെല്ലാം കരുതി വെക്കണം. 2-3 ദിവസമെങ്കിലും എടുക്കും ഈ കൂടൊന്ന് നിറയ്ക്കാൻ. കുഞ്ഞുങ്ങൾ എന്താ കഴിക്കാ? പഴങ്ങളാണോ? അല്ലല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്യൂപ്പയാകുന്നത് വരെ മാംസഭുക്കുകളായിരിക്കും. പ്യൂപ്പയിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ ഞങ്ങളെപ്പോലെ
പൂന്തേൻ മാത്രമേ കുടിക്കൂ. നിങ്ങൾ ആരെയാ വേട്ടയാടി പിടിക്കുന്നേ? ഞങ്ങളും കൂടെ വരട്ടെ കാണാൻ. വേണ്ട വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. എന്നിട്ട് ഈ മൺവീടിനെയും മുട്ടകളെയും ആരും ഉപദ്രവിക്കാതെ നോക്കാമോ? ആ നോക്കാലോ. ഇനി തിരികെ വരുന്നത് വരെ ഞങ്ങളാണ് ഈ വീടിന്റെ കാവൽക്കാർ. ധൈര്യമായിട്ട് പോയിക്കോളൂ. അപ്പൊ നമുക്ക് ഈ വണ്ടി തിരികെ പൂപ്പിക്ക് കൊടുക്കണ്ടേ? ശരിയാ, പക്ഷെ നമ്മൾ ഇത്ര നേരം നോക്കിയിട്ടും പൂപ്പിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ പൂപ്പി എന്ന് പറഞ്ഞായിരുന്നോ? അതെയല്ലോ. എന്താ പൂപ്പിയെ അറിയാമോ? ഞങ്ങൾ പൂപ്പിയെ അന്വേഷിച്ച് നടക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? കൂടെ പിങ്കിയുമുണ്ട്. ഞങ്ങൾക്ക് ഈ വണ്ടി പൂപ്പിയെ എത്രയും വേഗം തിരികെ ഏൽപ്പിക്കണം. ഞങ്ങൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയതാ, അത്രേ ഉള്ളൂ. പക്ഷെ തിരിച്ചു വന്നപ്പോ പൂപ്പിയെ കണ്ടില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഈ കുഞ്ഞു മൺവീടിനൊന്നും പറ്റില്ല. വേട്ടാളൻ ഞങ്ങളെയാണ് ഇത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കടന്നു പോകുന്നുണ്ടോ? ആഹാ, അത്രയ്ക്കായോ? അയ്യോ അമ്മേ! എന്നെ വിട്. ആരാ ഇത്? അയ്യോ, എന്നെ വിട്. അയ്യോ, ഞാൻ പോയേക്കാം. അയ്യോ. ഈ പൂപ്പയ്ക്ക് വല്ലാത്ത ധൈര്യം തന്നെ. അപ്പൊ പിങ്കി എവിടെ? ഞാനിവിടെ ഉണ്ട്. ആ കുരുവി എന്നെ ശരിക്കും നോവിച്ചു. അല്ല, എവിടെ വേട്ടയാടിക്കൊണ്ട് വന്ന ഇര? ദാ, ഈ പുഴുവിനെയാണ് കിട്ടിയത്. ഞാൻ ഇതിനെ മയക്കി കിടത്തിയിരിക്കുക. കൂട് നിറയ്ക്കാൻ ഇങ്ങനെ ഒരു 3-4 പേരെങ്കിലും വേണം. ഞാനിത് കൂടിനകത്താക്കട്ടെ. അപ്പൊ കൂട് നിറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതോ, ഈ കൂടിന്റെ വായ മണ്ണ് കൊണ്ട് തന്നെ ഭദ്രമായി അടയ്ക്കണം. പിന്നെ ഇങ്ങനെ തന്നെ 5-6 കൂടുകൾ ഇതിനു മേലെ മേലെയായി ഉണ്ടാക്കണം. അത്രയും ജോലിയുണ്ട്. അതുവരെ എനിക്ക് വിശ്രമമേ ഇല്ല. ഹോ, സമ്മതിക്കണം. അപ്പോ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നവരെ കാത്തിരിക്കുമോ? ഇല്ല, പ്യൂപ്പ വിരിഞ്ഞ് കൂട് പൊളിച്ച് പുറത്തു വരുന്നത് കുഞ്ഞുങ്ങളല്ല, ഞങ്ങളെപ്പോലെ വലിയ വേട്ടാളന്മാർ തന്നെ ആയിരിക്കും. അവര് തന്നെ ജീവിച്ചോളും. അപ്പോ പൂപ്പി, നമുക്ക് തിരികെ പോയാലോ? അയ്യോ, ഞാൻ മറന്നു. നിങ്ങളെ തിരക്കി 2 പേര് ആ വഴിയിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് തരാനായി ഒരു വണ്ടിയും അവര് കൊണ്ടുവന്നിട്ടുണ്ട്. വേട്ടാളാ, കൂടുണ്ടാക്കാൻ നീ കാണിക്കുന്ന ഈ ക്ഷമയോ അധ്വാനവും ഞങ്ങൾക്കൊരു വലിയ പാഠമായിരുന്നു. ഇനി ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ആ വണ്ടിയുടെ ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ചിട്ടേ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. വണ്ടി കണ്ടെത്താൻ സഹായിച്ച നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കും നിങ്ങളോട് നന്ദിയുണ്ട്. ഞാൻ പോയപ്പോൾ എന്റെ കൂട് കാത്തതിന്.
മനസ്സിൽ കളിയും ചിരിയും പകരാനായി അരികത്തെത്തും പൊന്നോമനയാൾ കുരുന്നു തോഴി ചെറുകാത്തു. ഓ ഓ നാനന്നാന 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 അസമിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ താമസിച്ചിരുന്നു. ഓ, എന്തൊരു ചൂട്! പുഴയിൽ പോയി കുളിച്ചു വരാം. ഏതായാലും പുഴയിലേക്ക് പോവുകയല്ലേ, കുറച്ച് ഞണ്ടും കൂടി പിടിക്കാം. ചന്തയിൽ കൊണ്ട് വിറ്റാൽ നല്ല വില കിട്ടും. നിറയെ വെള്ളം. ഏതായാലും ആദ്യം ഞണ്ട് പിടിക്കാം, പിന്നീടാവാം കുളി. പക്ഷേ നേരം ഉച്ചയായിട്ടും കർഷകന് കിട്ടിയതോ വെറും 4 ഞണ്ടുകൾ. കഷ്ടമായി പോയി. ഞാൻ വെറുതെ ബുദ്ധിമുട്ടി. ഇനി ഈ പുഴവക്കൽ കുറച്ചു നേരം കിടക്കാം. ക്ഷീണമൊന്നു മാറട്ടെ, എന്നിട്ടാകാം കുളി. ഇയാള് ഞണ്ട് പിടിക്കാൻ വന്നതാവും. പാവം, ഉറങ്ങിപ്പോയി. ഏതായാലും കൂടയിലെ ഞണ്ടുകളൊക്കെ രക്ഷപ്പെടും. നമുക്ക് ഇയാളെ സഹായിച്ചാലോ? ഈ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു കൊടുക്കാം. ശരി. ഇനി ഇയാളെ വിളിച്ചുണർത്താം. അയ്യോ, ഇയാള് മരിച്ചുപോയെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. നമുക്കിനി ഇയാളുടെ ശരീരം വീട്ടിലെത്തിക്കാം. ഇനി നമുക്ക് പോകാം. ഗ്രാമീണര് വന്ന് ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ കൂടെ എവിടെ? എന്ത് അത്ഭുതം! കൂടെ നിറച്ചും ഞണ്ടോ? ഇത് ജലദേവതയുടെ കടാക്ഷം തന്നെ. കർഷകന് വന്ന സൗഭാഗ്യം നാട്ടിൽ പാട്ടായി. സന്ധ്യയായപ്പോൾ അത്യാഗ്രഹിയായ മറ്റൊരു നാട്ടുകാരൻ അയാളെ കാണാനെത്തി. വരണം ചങ്ങാതി, എന്തുണ്ട് വിശേഷം? സുഹൃത്തേ, എങ്ങനെയാ ജലദേവതയുടെ കടാക്ഷം കിട്ടിയത്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ.
കർഷകൻ അപ്പോൾ തനിക്കുണ്ടായ അനുഭവം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ അതാണ് കാര്യം. പിറ്റേ ദിവസം അയാൾ കൂടയുമായി വന്ന് പുഴവക്കിലെ മരത്തണലിൽ കിടപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വന്നു. അവർ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു. കഷ്ടം തന്നെ, ഇയാളും മരിച്ചു എന്ന് തോന്നുന്നു. കുരങ്ങന്മാർ അയാളെയും ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ഈ മനുഷ്യന് നല്ല ഭാരമുണ്ട്. അതെ അതെ, കുന്നു കയറുമ്പോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അയാൾ താഴെ കുഴിയിലേക്ക് വീഴും. അയ്യോ, അബദ്ധമായോ? ഏതായാലും കണ്ണു തുറന്നു കിടക്കാം. ഓ, എന്റെ കൈ വേദനിക്കുന്നു, എനിക്കിനി ചുമക്കാൻ വയ്യ. അയ്യോ, എന്റെ കാൽ വഴുതുന്നത് പോലെ. ചതിച്ചോ? അയ്യോ, സൂക്ഷിക്കണേ, കാല് വഴുതിയാൽ ഞാൻ കുഴിയിലേക്ക് വീഴും. അയ്യോ, കാറ്റേ മിണ്ടാതെ വന്നു കാറ്റേ, കിന്നാരമോതും കാറ്റേ, തിരികെ നീ പോകുമ്പോൾ കൂട്ടാമ കൂടെ. മാനത്തോടും വെള്ളിത്തേരൻ മേലെ കേറി രസിക്കാൻ കുഞ്ചപ്പാടം തഴുകി പോരാ. നീലക്കടലിൽ തിരകൾ തീർക്കാം, പായി വഞ്ചിയെ പായിക്കാം. കാണാം കാണാം മലയും കാണാം മുല്ലപ്പൂവിൻ മണവും കേറാം. പുന്നാര കുഞ്ഞിക്കാറ്റേ മിണ്ടാതെ വന്നു കാറ്റേ, കിന്നാരമോതും കാറ്റേ, തിരികെ നീ പോകുമ്പോൾ കൂട്ടാമോ കൂടെ.
ഒരു കാട്ടിനടുത്തുള്ള ഗ്രാമത്തിൽ കുട്ടനെന്നും മുട്ടനെന്നും പേരുള്ള 2 മുട്ടനാടുകൾ ഉണ്ടായിരുന്നു. ഉറ്റ ചങ്ങാതിമാരായിരുന്നു അവർ. കാട്ടിൽ നിന്നും നാട്ടിലെത്തിയ ജംബുകൻ എന്ന കുറുക്കൻ ഒരു ദിവസം അവരെ കണ്ടു. കൊഴുത്ത് തുടുത്ത അവയുടെ ശരീരം കണ്ട് അവന്റെ നാവിൽ വെള്ളമൂറി. ആട്ടിൻ മാംസത്തിന്റെ രുചി ഓർത്ത് അവൻ ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവയെ ഒരുമിച്ചാക്രമിക്കാനുള്ള ആരോഗ്യം തനിക്കില്ല. അവയാണെങ്കിൽ എപ്പോഴും ഒരുമിച്ചാണ് താൻ. ജംബുകൻ തല പുകഞ്ഞാലോചിച്ചു. ഒടുവിൽ ഒരു വഴി പരീക്ഷിക്കാമെന്ന് ഉറപ്പിച്ചു. ഇവയെ തമ്മിലകറ്റി കാര്യം നേടാം. കുട്ടൻ വെള്ളം കുടിക്കാൻ തടാകത്തിലേക്ക് പോയപ്പോൾ അവൻ മുട്ടനെ സമീപിച്ചു. മുട്ട, നിന്നോടെനിക്ക് സ്വകാര്യമായി ചിലത് പറയാനുണ്ട്. എന്നോടോ? മുട്ട, നിന്നെ വളരെ നാളായി ഞാൻ കാണുന്നു. നീ അതീവ ശക്തിമാനാണ്, ഒരുപക്ഷെ കുട്ടനേക്കാളും. ശക്തിയുണ്ടെന്ന് നെകളിച്ചാൽ മാത്രം പോരാ, അത് തെളിയിക്കണം. അതെന്തിന്? നീ ശക്തിമാനാണെന്ന് കണ്ടാൽ വനദേവത നിന്നിൽ പ്രസാദിക്കും. അജയ്യമായ ശക്തി നിനക്ക് വരമായി ലഭിക്കും. എന്നാൽ നിനക്കൊരു പക്ഷേ രാജ്യഭാരം തന്നെ കിട്ടിയേക്കാം. വെറുതെ കളിച്ചു നടന്ന് ജീവിതം പാഴാക്കരുത്. നീ പറയുന്നത് സത്യമാണോ? ശക്തി തെളിയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറുക്കന് സന്തോഷമായി. തന്റെ വിദ്യ ഫലിക്കുന്നുണ്ട്. മുട്ട, നീ കുട്ടനെ പോരിന് വിളിക്കണം. അവനെ തോൽപ്പിച്ച് നിന്റെ ശക്തി തെളിയിക്കണം. ജംബുകൻ ഇത്രയും പറഞ്ഞ് നേരെ തടാകത്തിലേക്ക് പോയി. മുട്ടനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ കുട്ടനോടും അവൻ പറഞ്ഞു. മുട്ടനെ പോരിന് വിളിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. കുറുക്കന്റെ വിദ്യ ഫലിച്ചു. ജംബുകൻ ഇതൊക്കെ കണ്ട് രസിച്ച് ദൂരെ അങ്ങനെ ഇരുന്നു. എന്നാൽ ചോര വാർന്നു വീഴുന്നത് കണ്ടപ്പോൾ അവന് കൊതി സഹിച്ചില്ല. ചൂട് ചോര നക്കി കുടിക്കാൻ അവൻ ആടുകളുടെ ഇടയിലേക്ക് ആർത്തിയോടെ ഓടിച്ചെന്നു. നോക്കണേ, ദുഷ്ടന് കിട്ടിയ ശിക്ഷ.